ആർ.എം.പിയുടെ പൂർണ്ണ പിന്തുണ ഷാഫി പറമ്പിലിനുണ്ടാകും. അഭിപ്രായം പറയുന്നവരെ കൊന്നു തള്ളുന്ന രാഷ്ട്രീയത്തെ ഇപ്പോഴും CPM ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2008 ആർ.എം.പി രൂപീകരിച്ച ശേഷം വടകരയിൽ LDF നിലം തൊട്ടിട്ടില്ല. KK രമയുടെ വാക്കുകളാണിത്. ഇത് ഈ യുവപോരാളിയുടെ നിശ്ചയദാർഢ്യം, ജനാധിപത്യ രീതി, സമരവീര്യം, സമര പോരാട്ടം, ഇത് തോൽപ്പിക്കാനിൽ പോയിട്ട് നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല CPM-കാരാ. ഇത് വടകരയാണ്. വടകര മാറാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ വടകരയെ അതിശക്തമായ രൂപത്തിലുള്ള വികസന പ്രവർത്തനം നടത്തി വടകരയെ മാറ്റും. വടകരക്കാർക്ക് ഷാഫി പറമ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണെങ്കിലും ഷാഫിക്ക് വടകര ഒരു അപരിചിതമായ സ്ഥലമല്ല. മാഹിയുടെ മരുമകൻ കൂടിയായ ഷാഫി സ്ഥിരം വടകരയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയാണ്. പട്ടാമ്പി കോളേജിലെ യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനം മുതൽ തുടങ്ങിയ മത്സരങ്ങളിൽ പിന്നീട് അങ്ങോട്ട് തോൽക്കുകയേ ചെയ്യാത്ത ഷാഫി അതേ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കളത്തിലിറങ്ങുന്നതും. UDF സ്ഥാനാർത്ഥിയായി K മുരളീധരന് പകരം കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ നിയോഗിച്ചതോടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനാണ് വടകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിലൂടെയാണ് ഷാഫി പറമ്പിൽ പൊതുരംഗത്തേക്ക് എത്തുന്നത്. 2007 KSU സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷത്തിന് ശേഷം 2009 KSU സംസ്ഥാന പ്രസിഡന്റുമായി. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത്. 7000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫി പറമ്പിലിന്റെ ആദ്യ ജയം. പാലക്കാട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. പിന്നീട് 2016 2021 ഷാഫി തന്നെയായിരുന്നു പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിച്ചത്. 2016 17,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഷാഫി പറമ്പിലിന് പക്ഷേ 2021 BJPയുടെ E ശ്രീധരനിൽ നിന്ന് അപ്രതീക്ഷിതമായ മത്സരം നേരിടേണ്ടി വന്നു. എങ്കിലും 3000-ലേറെ വോട്ടുകൾക്ക് വിജയം ഷാഫി പറമ്പിലിനൊപ്പം തന്നെയായിരുന്നു. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി കഴിഞ്ഞ വർഷമാണ് പദവി ഒഴിഞ്ഞത്. അതേസമയം വടകരയിൽ പ്രചരണ രംഗത്ത് സജീവമായി തന്നെയുണ്ട് ഷാഫി പറമ്പിൽ. TP വധം ഇത്തവണയും വടകരയിൽ പ്രചരണ വിഷയമാക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ പ്രചരണം സജീവമാക്കിയത്. UDFന്റെ ഔദ്യോഗിക പ്രചരണത്തിന് TP സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. കൂടാതെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ 1 മാസം കൊണ്ട് LDF സ്ഥാനാർത്ഥി KK ശൈലജ പോയ ദൂരം 2 മണിക്കൂർ കൊണ്ട് UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ മറികടന്നെന്നാണ് KK രമ MLA അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വടകരയിൽ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിക്കാൻ പോകുന്നതെന്നും KK രമ പറഞ്ഞു. വടകരയുടെ ഹൃദയം കീഴടക്കി ഷാഫി ഒരൊറ്റ മണിക്കൂർ കൊണ്ട് KK ശൈലജ ടീച്ചർ 1 മാസം പിന്നിട്ട പ്രചരണ ദൂരം 1 മണിക്കൂർ കൊണ്ട് പിന്നിടാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഈ യുവപോരാളിയുടെ നിശ്ചയദാർഢ്യം, ജനാധിപത്യ രീതി, സമരവീര്യം, സമര പോരാട്ടം, ഇത് തോൽപ്പിക്കാനിൽ പോയിട്ട് നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല CPM-കാരാ. ഇത് വടകരയാണ്. വടകര മാറാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ വടകരയെ അതിശക്തമായ രൂപത്തിലുള്ള വികസന പ്രവർത്തനം നടത്തി വടകരയെ മാറ്റും. TP ചന്ദ്രശേഖരൻ എന്ന വികാരം ഇപ്പോഴും വടകരയിൽ കത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയം ഷാഫി പറമ്പിലിനൊപ്പമെന്ന് കരുതാം. TP ചന്ദ്രശേഖരന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന നേതൃത്വത്തിനുള്ള താക്കീതായിട്ട് ഈ ഒരു ഇലക്ഷൻ മാറ്റാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ഈ വടകര അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു തരി പോലും ഈ വടകരയിൽ കാലുകുത്താൻ KK ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയില്ല എന്ന് മാത്രമല്ല, ടീച്ചർ ഇനി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഞങ്ങൾ ഡൽഹിയിലേക്ക് ഷാഫി പറമ്പിനെ യാത്രയയക്കും. ഇനിയുള്ള പോരാട്ടം പ്രിയപ്പെട്ട ഷാഫി, നമുക്കൊന്നിച്ച് ഈ വടകരയിൽ ഈ മണ്ണിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഈ ജനാധിപത്യ വിശ്വാസികളുടെ, ഈ ജനാധിപത്യ നാടിന്റെ മുഴുവൻ സ്നേഹവും പിന്തുണയും മുഴുവൻ പ്രവർത്തനം, ഇനി അങ്ങോട്ടുള്ള ദിവസം ഊർജ്ജസ്വലമായ പ്രവർത്തനം, 1 നിമിഷം പോലും വെറുതെ കളയാതെ ഉള്ള പ്രവർത്തനത്തിന് കൂടി നിങ്ങൾ നേതൃത്വം നൽകാൻ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും